ഇവിടെ നല്ല പോരാടി. എനിക്ക് എതിർത്ത് പറയാ പേടിയാവുക. അമ്മായിമ്മമാര് പലതും പറയും, അത് കേട്ട് നമ്മളെല്ലാം അനുസരിക്കണം എന്നൊന്നുമില്ല. നീ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കേ. എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഈ ചെവി കൂടെ വിട്ടിട്ട് ആ ചെവി കൂടെ വിടും. എന്നെ ഒന്നും പറയാനുള്ള ധൈര്യം. നീ വന്ന് കയറിയപ്പോ തന്നെ അവരുടെ താളത്തിന് തുള്ളി കൊടുത്തിട്ടാണ് അവരിപ്പൊ നിന്റെ തലയിൽ കയറി ഞെരങ്ങണത്. ഞാൻ വന്നപ്പോ തന്നെ കാര്യം പറഞ്ഞു, എന്റെ പരിക്ക് ആരും വരില്ല, എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ നിർത്തേണ്ടോടത്ത് നിർത്തണം, ഭർത്താവിനെ ആയാലും ആരേനെ ആയാലും. നമ്മൾ വരച്ച വരേന്ന് അപ്പുറം കിടക്കാൻ പാടില്ല. അപ്പൊ തിരിച്ചു പറയാലേ, ആടി ഞാനിനി വരച്ച വരയിൽ നിർത്തട്ടെ, എന്റെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തും. എന്നിട്ട് വേണം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തരാം, അതേപോലെ നീ ചെയ്താൽ മതി. എൻ്റെ ഭർത്താവിനെ അമ്മായിപ്പനെ എല്ലാവരുടെയും ഉള്ളം കയ്യിൽ എടുത്ത് തരും നിനക്ക്. നമ്മുടെ മേത്തേക്ക് സൗണ്ട് ഉയർത്താനുള്ള ഒരു ചാൻസ് പോലും നീ അവർക്ക് കൊടുക്കരുത്. എന്നെ ജോലിക്കൊന്നും വിടണില്ലടി, ജോലിക്ക് പോകണം പറഞ്ഞിട്ട് അവർ കൂട്ടാക്കണില്ല. പണിക്ക് പോണം. പെണ്ണുങ്ങളായ വീട്ടിൽ ഇരിക്കാനേ പാടില്ല. വീട്ടിലിരുന്ന പൊന്നുമോളെ തീർന്ന് നീ തീർന്ന്. കല്യാണം കഴിഞ്ഞ ഒരു ജോലി അത് മസ്റ്റാണ്. വീട്ടിലിരുന്ന് ബോറടിച്ച് നരയിക്കണ്ടല്ലോ, പണിക്കെങ്കിലും പോകാനോ. പണി നിർത്താൻ പറഞ്ഞാൽ നീ സമ്മതിക്കരുത്. എനിക്ക് പണിക്ക് പോകണം തന്നെ പറഞ്ഞു. ഇല്ലെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എൻ്റെ മോളെ, അറിയോ നിനക്ക്? നിനക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ജോലിക്ക് എന്തായാലും പോകണം. ജോലി നിർത്താൻ പറയുകയാണെങ്കിൽ നീ സമ്മതിച്ചു കൊടുക്കരുത്. ഇല്ലേ കല്യാണം കഴിഞ്ഞ് പറയണ്ട. എന്നെ തന്നെ കണ്ടുപിടിക്ക്. ഞാൻ ദേ ഇപ്പൊ ജോലിക്ക് പോകാനായിട്ട് ഇവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കല്ലേ. മിക്കതായ യുദ്ധത്തിൽ ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. എന്നിട്ട് ഞാൻ ജോലിക്ക് പോവുകയും ചെയ്യും. മനസ്സിലായി? അപ്പൊ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ത്രാണി നമുക്ക് കിട്ടും. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെയൊക്കെ നീ അങ്ങോട്ട് പ്രവർത്തിക്കും. ശരി. എടി നീ ആ റൂം അടച്ചിട്ട് എന്തുട്ടടി ഇരുന്ന് കാണിക്കണേ? നീ കുറെ നേരമായാലും റൂം അടച്ചിരിക്കണു. നീ അടിച്ചൊരു കഴിഞ്ഞാ അടിച്ചോരണ്ടിരിക്കതാ വരുന്നു. അതെന്താടി നീ എതിർത്ത് പറഞ്ഞതാണ് ഈ കേട്ടത്? അതെന്താന്നറിയോ, നമ്മള് ചില സന്ദർഭങ്ങളിൽ ഒന്ന് നമ്മൾ താഴ്ന്നു കൊടുക്കണം. എല്ലാ സമയത്തും നമ്മൾ അവരെ എതിർത്ത് പറഞ്ഞാൽ നമ്മളതിനെ കുറിച്ച് അവരെന്താ വിചാരിക്കുക? അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് നല്ലതായിരിക്കും, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനും. വർത്തമാനം പറയാൻ എല്ലാവർക്കും സാധിക്കും. നേരെ വരുമ്പോ മുട്ട് പറക്കൂടി വെച്ചിട്ട് കൂടി. എന്നാ ശരി, നീ വെച്ചത്. ചൊരി കഴിഞ്ഞ? ഞാൻ അടിച്ചോരി കഴിഞ്ഞാട്ടോ. എന്തായിരുന്നു കുറെ നേരം അതിലെപ്പോഴും അതെന്നെ കൂട്ടുകാരി വിളിച്ചതാ. ഇവിടെ എല്ലാ പണിയൊന്നും ചെയ്തുകൊണ്ടിരിക്കണില്ല, അമ്മയല്ല ഒന്നും ചെയ്യാണ്ട് കൂട്ടിയിരിക്കണേ. എടി സൗണ്ട് താഴ്ത്തി, നിന്റെ സൗണ്ട് ഈ വീടിന്റെ പുറത്ത് പോകണ്ട. അതൊക്കെ നിന്റെ വീട്ടിൽ, ഇവിടെ വേണ്ട. സൗണ്ട് താഴ്ത്തി സംസാരിച്ചാൽ മതിട്ടാ. നിങ്ങളുടെ സ്വഭാവം പറയും, സൗണ്ട് ഉയർത്താൻ നിൽക്കണു എന്നോട്. ഇനി സൗണ്ട് പക്ഷി